എല്ലാ ആചാരങ്ങളുടെയും തൃശൂർ പൂരം നടത്തണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടം ഒഴിവാക്കി പൂരം നടത്താനാണ് തീരുമാനം. നാളെ ചേരുന്ന യോഗത്തിൽ ഇരു ദേവസ്വങ്ങളും നിലപാട് അറിയിക്കും. പൊതുവികാരം എന്താണ്? 2006 വെടിക്കെട്ട് അപകടം പാറമേക്കാവിൻ്റെ പ്രമിസസിൽ നടന്നു. എന്നിട്ട് പോലും പൂരവും കുടമാറ്റവും എല്ലാം ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളൊരു പൊതുവികാരമാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. ഇല്ല, വെടിക്കെട്ട് ഇപ്പോൾ തൽക്കാലം ഇത്തവണ സിംബോളിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു വികാരമാണ് വന്നിട്ടുള്ളത്. അത് പക്ഷേ നമ്മൾ ഈ നിർമ്മിച്ച സാധനങ്ങൾ, മാനുഫാക്ചർ ചെയ്ത സാധനം അതിനെ ഡിസ്പെക്ട് ചെയ്യണം. അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ നശിപ്പിക്കണം. ഭഗവതിയുടെയും ഭഗവാന്റെയും കാര്യങ്ങൾ അതിൻ്റേതായ ചിട്ടയോടും അതിൻ്റേതായ പ്രൗഢിയോടും നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നടത്തും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. 25-26 ആഘോഷത്തോടു കൂടി തന്നെ പരിപാടികൾ, അങ്ങനെ ഒരു ഫുൾ ആഘോഷമല്ല, ഒന്നിനും ഒരു കുറവ് വരാത്ത വിധത്തിലുള്ള നമ്മൾ മുന്നോട്ട് പോകും. വെടിക്കെട്ട് ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളും അതിൻ്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നാളെ നടക്കുന്ന യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടാവുക. ഏത് തരത്തിലായിരിക്കും പൂരം നടത്തുക എന്നുള്ള കാര്യത്തിൽ സമീർ സി മുഹമ്മദ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹേഷ്, പൂരം നടത്താനാണ് ഇരു ദേവസ്വങ്ങളുടെയും തീരുമാനം. പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും അത്തരം ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടമില്ലാതെ എന്നാൽ പൊലിമ ഒട്ടും ചോരാതെ തന്നെ പൂരം നടത്തണം എന്നുള്ള ആവശ്യമാണ് ഇരുവിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വെടിക്കെട്ട് ഒഴികെയുള്ള എല്ലാ ആഘോഷവും ഉണ്ടാകും എന്ന കാര്യമാണ് ഇരുവിഭാഗങ്ങളും വ്യക്തമാക്കുന്നത്. സാധാരണ 2 ദിവസങ്ങളാണ് ചമയ പ്രദർശനം ഉണ്ടാകാറുള്ളത്, 24, 25 തീയതികളിൽ. എന്നാൽ ഇത്തവണ അത് ഒരു ദിവസത്തേക്ക് ചുരുക്കിയിട്ടുണ്ട്. 25-ന് മാത്രമായിരിക്കും ചമയ പ്രദർശനം ഉണ്ടാവുക എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു. അതുപോലെ ഈ കുടമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് നാളെ മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാർ അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വിശദമായിട്ടുള്ള യോഗമുണ്ട്. ആ യോഗത്തിലായിരിക്കും അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുക എന്നും ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കുന്നു, ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നു. ഏതായാലും ഇരുവിഭാഗവും വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ പൂരം നടത്താനുള്ള തീരുമാനമാണ് ഉള്ളത്. അത് ഒരുമിച്ച് മുന്നോട്ട് പോകുക, വളരെ ഭംഗിയായിക്കൊണ്ട് നടത്തുക എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളായിരിക്കും നാളെ നടക്കുന്ന യോഗത്തിൽ ഇരു ദേവസ്വം അംഗങ്ങളും വ്യക്തമാക്കുക.